മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്താൽ മാത്രം പോരാ, റിയാലിറ്റിയിൽ പണം കിട്ടാനുള്ള മാർഗങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. പണമുണ്ടാക്കാൻ പെടാപ്പാടുപെട്ട് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള എല്ലാ സന്തോഷങ്ങളെയും തല്ലിക്കെടുത്തി ജീവിതം ദുഃഖകരമാണ്, ദുരിതപൂർണമാണ് എന്ന് കരുതുന്നവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. 3 മാസത്തിന് മുൻപ് എനിക്ക് ഉച്ച മുതൽ ഒരു ഫോൺ നമ്പറിൽ നിന്ന് കുറച്ചേറെ കോളുകൾ തുരുതുര വന്നുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ഫോൺ എടുത്തു. എനിക്ക് നാളത്തേക്ക് കുറച്ച് പണം വേണം, അതൊറ്റ രാത്രി കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാനുള്ള ടെക്നിക്ക് പറഞ്ഞു തരൂ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് പണമുണ്ടാക്കാനുള്ള ടെക്നിക്കൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ മോട്ടിവേഷൻ ട്രെയിനർ അല്ലേ, ടെക്നിക്ക് അറിയില്ല എന്ന് കള്ളം പറയുകയല്ലേ എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും കണ്ടിട്ടുണ്ട്. അന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് രൂപയുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ടിപ്സ് ഒന്നും ഫലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചതെന്ന് കുട്ടി പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് സങ്കല്പിച്ച് പണം ഉണ്ടാക്കാൻ പ്രഗത്ഭരായിരുന്നു നമ്മളൊക്കെ എങ്കിൽ എന്നേ കോടീശ്വരന്മാരായേനെ എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ ചെറുതലമുറയിലെ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ ഒറ്റ രാത്രി കൊണ്ട് നേട്ടങ്ങൾ നേടാൻ ഒരു എളുപ്പവഴിയുമില്ല. ഭൗതികത്തിലുള്ള ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും അതിലേക്കുള്ള വഴിയിലൂടെ ബുദ്ധിപരമായി നിരന്തരം നമ്മൾ നീങ്ങേണ്ടതുണ്ട്. അതിലൊരു ദിവസം പോലും നമുക്ക് മാറ്റിവെക്കാനാവില്ല. പ്രയത്നിക്കുവാനുള്ള ഊർജം നൽകാനാണ് ഇത്തരം ടെക്നിക്കുകൾ. ഫിസിക്കലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഫിസിക്കലായി നിരന്തരം പ്രയത്നിക്കാതെ ഈ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. പണ്ട് അമ്മ പറഞ്ഞു കേട്ട ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എടുകുടുക്കേ ചോറും കറി. ഒരിക്കൽ നല്ലവനായ ഒരു ആട്ടിടയന് ഒരു ദേവത ഒരു സമ്മാനം കൊടുത്തു, ഒരക്ഷയപാത്രം. അവൻ ആടിനെ മേയിച്ച് നടക്കുന്നതിനിടയിൽ വിശന്നാലുടൻ കണ്ണടച്ച് കുടുക്കപാത്രത്തോട് പറഞ്ഞാൽ മതി, എടുകുടുക്കേ ചോറും കറി. അവൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങളെല്ലാം സമൃദ്ധമായി അവൻ്റെ മുന്നിലെത്തും. അങ്ങനെ അവൻ ആഹാരത്തിന് പഞ്ഞമില്ലാതെ തൻ്റെ ആടുകളെ വളർത്തി സന്തോഷത്തോടെ ജീവിച്ചു. സങ്കല്പശക്തി കൊണ്ട് എന്തും നേടാമെന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഒരു പണിയും ചെയ്യാതെ ഇരുന്ന് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സും ടിപ്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു കുടുക്കയിൽ നിന്നും പണം നമ്മുടെ കൈകളിലെത്തില്ല. ഒരു ചിന്ത റിയാലിറ്റിയായി മാറണമെങ്കിൽ ആ ചിന്തയിലേക്ക് മാക്സിമം എനർജി കൊടുക്കണം. ബേണിംഗ് ഡിസയർ ആവണം ആ ലക്ഷ്യം. ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടാൽ അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനുമില്ലാതെ 5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ആ ലക്ഷ്യം നേടാനുള്ള ആഗ്രഹത്തെ പുനർജീവിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ലക്ഷ്യം നേടാൻ എന്തെല്ലാം ചെയ്യണമെന്ന് പ്ലാൻ വ്യക്തമായി എഴുതി തയ്യാറാക്കണം. ഒരു മാർഗത്തിൻ്റെ പിന്നാലെയല്ല സഞ്ചരിക്കേണ്ടത്, 9 മാർഗങ്ങൾ അന്വേഷിക്കണം. അവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാവേണ്ടത്. എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം മനസ്സിൽ തന്നെ. പ്ലാവിന് മാവിൻ്റെ ജീവിതമോ തെങ്ങിൻ്റെ ജീവിതമോ ജീവിക്കാൻ സാധിക്കില്ല. അവനവൻ ഈ ഭൂമിയിൽ വന്ന നിയോഗത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ പദ്ധതികളാണ്. മോട്ടിവേഷൻ നൽകുന്നവർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് കുതിരയെ നദീതീരത്ത് കൊണ്ടുപോകാൻ മാത്രമേ കുതിരക്കാരന് കഴിയൂ എന്നർത്ഥം. വെള്ളം കുടിക്കേണ്ടത് കുതിരയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നദിയിൽ ഇറങ്ങി നിന്നിട്ടും വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് വെള്ളം കിട്ടിയില്ല എന്ന് പരാതി പറയാൻ കുതിരയ്ക്കും യാതൊരു അർഹതയുമില്ല. ഇതുപോലെ സ്വയം പ്രയത്നിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത ആർക്കും തൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി എന്ന് കരഞ്ഞു വിളിച്ചിരിക്കാൻ പോലും അർഹതയില്ലെന്നർത്ഥം. ഒരു ഗോൾ മാനിഫെസ്റ്റ് ആക്കാൻ, ഗോൾ നേടിയ ആ സന്തോഷ മുഹൂർത്തത്തെ ആദ്യം വിഷ്വലൈസ് ചെയ്യുക. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് വേണം വിഷ്വൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്ന ദിവസം നിങ്ങൾ ഒരു വീഡിയോ പോലെ സ്വയം സങ്കല്പിക്കുക. നമുക്ക് അവിടെ നിന്നും പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. കടന്നുപോയ ഓരോ ഘട്ടങ്ങളും ചിന്തിക്കുക. ഓരോ അനുഭവങ്ങളും കംഫോർട്ട് സോൺ മറികടക്കുന്ന ഓരോ ഘട്ടങ്ങളും മനസ്സിൽ സങ്കല്പിക്കുക. ലക്ഷ്യങ്ങൾ നേടാനുള്ള വിജയമുഹൂർത്തങ്ങൾക്ക് തൊട്ടു മുൻപിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്നത് 100% ഉറപ്പാണ്. ആ പ്രതിസന്ധിയെ അതേപടി അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഫൈനൽ ഗോൾ നേടാൻ സാധിക്കുകയുള്ളൂ. അത്തരം പ്രതിസന്ധികളിൽ ഉപേക്ഷിക്കുവാനുള്ളതല്ല നിരന്തര പ്രയത്നത്തിലൂടെ നേടുന്ന ഗോൾ.
ഗോൾ കൂടുതൽ സങ്കീർണമാകുന്നുവെങ്കിൽ നേടാനെടുക്കുന്ന സമയവും പ്രതിസന്ധികളുടെ ആഴവും കൂടിയിരിക്കും എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക. എഴുതി തയ്യാറാക്കിയ ഗോളിലെ ഓരോ മിനിറ്റും ഓരോ സ്റ്റെപ്പും ലക്ഷ്യം നേടലിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പുതിയ വീട് വയ്ക്കുമ്പോൾ കതകിന് പിടിപ്പിക്കുന്ന ചെറിയ വിജാഗിരിക്ക് പോലും പ്രാധാന്യമില്ലേ? അതുപോലെ ഗോളിൻ്റെ പ്രധാന പോയിന്റുകൾക്കൊപ്പം മൈന്യൂട്ട് പോയിന്റ്സും എഴുതി ഗോൾ തയ്യാറാക്കുക. ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ലക്ഷ്യത്തെപ്പറ്റി, ലക്ഷ്യം നേടിയാലുള്ള ഗുണങ്ങളെപ്പറ്റി, ലക്ഷ്യം നേടിയാൽ ഉണ്ടാകുന്ന സന്തോഷത്തെപ്പറ്റി, സമാധാനത്തെപ്പറ്റി 51 കാരണങ്ങൾ കൂടി എഴുതി തയ്യാറാക്കുക. അവയോരോന്നിനൊപ്പവും നന്ദി എഴുതുവാനും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പ്രകടനത്തിൻ്റെ ഊർജം തിരിച്ചറിയാനും പഠിക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയെ റിയാലിറ്റിയാക്കി മാറ്റണമെങ്കിൽ അതിന് കഠിന പ്രയത്നം കൂടിയേ തീരൂ. നിരന്തരം പ്രയത്നിക്കുവാനുള്ള മനോഭാവവും സമർപ്പണവും ബേണിംഗ് ഡിസയറുമാണ് മാനിഫെസ്റ്റേഷൻ്റെ ആണിക്കല്ലുകൾ.